ഇത് ആർട്ട്കാമിന്റെ 2008 വെർഷനാണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ആർട്ട്കാം 9 ഇവിടെ മിനിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ വെർഷൻ മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് ഹെൽപ്പിൽ എബൌട്ട് ആർട്ട്കാം പ്രോ എന്ന് കൊടുക്കാം. ഇത് 2008 വെർഷനാണ്. ഇതാണെങ്കിൽ ആർട്ട്കാം 9 വെർഷനാണ്. ആർട്ട്കാമിൽ ചെയ്ത ഒരു 3D ഫയൽ നമുക്ക് റിലീഫായി സേവ് ചെയ്യുമ്പോൾ 2008 വെർഷനിലാണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ആർട്ട്കാം 9 റിലീഫ് ഫയൽ എന്ന് സേവ് ചെയ്താൽ എല്ലാ വെർഷനും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ 2D ചെയ്യുന്നത് ഓട്ടോകാഡിലോ കോറൽ ഡ്രോയിലോ ആണെന്നിരിക്കട്ടെ, എങ്കിൽ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ DXF ഫയലായി സേവ് ചെയ്യുക. DXF ഫയൽ സേവ് ചെയ്താൽ ഫയലിൽ ഓപ്പൺ കൊടുത്ത് തന്നെ നമുക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ DXF ഫയൽ കാണുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഓൾ ഫയൽസ് എന്ന് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ 2D ചെയ്യുന്നത് ഇല്ലുസ്ട്രാറ്ററിൽ ആണെങ്കിൽ നിങ്ങൾ EPS ഫയലായി അല്ലെങ്കിൽ AI ഫയലായും സേവ് ചെയ്യാവുന്നതാണ്. EPS ഫയൽ 2008 വെർഷനിലാണെങ്കിൽ വെക്ടറിൽ ഇമ്പോർട്ട് കൊടുത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ആർട്ട്കാമിന്റെ 9 വെർഷനാണെങ്കിൽ ഫയലിൽ ഇമ്പോർട്ട് കൊടുത്ത് വെക്ടർ ഡാറ്റ കൊടുത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ആർട്ട്കാമിൽ ചെയ്ത 3D ഫയൽ STL ആക്കണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ട്രയാങ്കിൾ മെഷ് കൊടുത്ത് ക്രിയേറ്റ് ട്രയാങ്കിൾസ് കൊടുക്കേണ്ടതാണ്. യൂസ് ബാക്ക് റിലീഫ് എന്ന് ക്ലിക്ക് ചെയ്ത് സേവ് ട്രയാങ്കിൾസ് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് STL കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം. ആർട്ട്കാം 9ൽ നമുക്ക് STL ഫയൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയലിൽ ഇമ്പോർട്ട് 3D മോഡൽ എന്ന് കൊടുത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു. അത് ആർട്ട്കാം 2008ലാണെങ്കിൽ റിലീഫിൽ ഇമ്പോർട്ട് 3D മോഡൽ എന്ന് കൊടുക്കേണ്ടതാണ്.